ഓഹരി വിപണിയിൽ നിക്ഷേപകർക്ക് കനത്ത നഷ്ടം. ബോംബെ ഓഹരി സൂചികയായ സെൻസെക്സ് 1235 പോയിന്റ് നഷ്ടത്തിലാണെന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. ചൊവ്വാഴ്ചയിലെ വ്യാപാരത്തിൽ മാത്രം 7.48 ലക്ഷം കോടി രൂപ നിക്ഷേപകർക്ക് നഷ്ടമായിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത് മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, ഗുഡ് ഈവനിങ്. ഓഹരി വിപണിയിൽ നമ്മുടെ കമ്പനികളുടെ മൂന്നാം പാദഫലം വന്നപ്പോൾ തന്നെ വലിയ നഷ്ടം പല കമ്പനികളും രേഖപ്പെടുത്തി. പ്രത്യേകിച്ച് സൊമാറ്റോ അതൊരു 150 പോയിന്റ് ഇടിവ് സെൻസെക്സിൽ മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനോടൊക്കെ ഒപ്പം അതുപോലെ തന്നെ വിദേശ നിക്ഷേപകർ പണം പിൻവലിക്കുന്നു. അതിനൊപ്പം ഈ കൂനിന്മേൽ കുരുവെന്ന പോലെ ട്രംപിന്റെ അധികാരത്തിൽ വന്ന് ട്രംപ് നടത്തിയ ചില പ്രഖ്യാപനങ്ങൾ നികുതിയുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ഇന്ന് വിപണിയെ ബാധിച്ചുവെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ ക്രിസ്റ്റീന, എല്ലാത്തിന്റെയും കൂടി ഒരു ആകെത്തുകയാണ് ഇപ്പോൾ വിപണിയിൽ പ്രതിഫലിക്കുന്നത്. സെൻസെക്സ് 1235 പോയിന്റ് നഷ്ടത്തിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇത് തുടക്കത്തിൽ ഒരു നഷ്ടം, അതിനുശേഷം ചെറിയൊരു പ്രതീക്ഷ നൽകിയതാണ്. പക്ഷെ പിന്നീട് അത് വലിയ നഷ്ടത്തിലേക്ക് വന്നു വീഴുന്ന കാഴ്ചയാണ് ഈ സൂചിക പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഇന്നത്തെ വ്യാപാരത്തിൽ മാത്രം ഏതാണ്ട് 7.48 ലക്ഷം കോടി രൂപയാണ് നിക്ഷേപകർക്ക് വിപണിയിൽ നിന്നുണ്ടാവുന്ന നഷ്ടം. വിൽപ്പന സമ്മർദ്ദം നേരത്തെ തന്നെ ഉണ്ട്, നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഈ ഇറക്കുമതി തീരുവയുമായി ബന്ധപ്പെട്ട് ട്രംപ് അദ്ദേഹത്തിന്റെ നീക്കം എന്തായിരിക്കും എന്നൊരു ആശങ്ക യഥാർത്ഥത്തിൽ നിക്ഷേപകർക്കിടയിലുണ്ട്. പല രാജ്യങ്ങൾക്കും മേൽ വലിയ തീരുവ ചുമത്തുമെന്നൊക്കെ അദ്ദേഹം സമീപകാലത്ത് നടത്തിയ പരാമർശങ്ങളൊക്കെ തന്നെയാണ് അത്തരത്തിൽ ഒരു ജാഗ്രത നിക്ഷേപകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കുന്നത്. ഒപ്പം തന്നെ മൂന്നാം പാദത്തിൽ നിഫ്റ്റി 50 കമ്പനികളുടെ പ്രതി ഓഹരി വരുമാന വളർച്ച 3% ഒതുങ്ങുമെന്ന ബ്ലൂംബർഗിന്റെ വിലയിരുത്തലും ഇതിനൊക്കെ ഒപ്പം ഉണ്ട്. കൃഷിന. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.